ചിലരൊക്കെ ചിന്തിക്കുന്നത് ഈ കഴിവുകെട്ട ആളുകളാണ് ദൈവത്തെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ഉപവസിക്കുന്നതും ദൈവമേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ദൈവാശ്രയം ബലഹീനതയല്ല, അത് ജ്ഞാനമാണ്. ജ്ഞാനമുള്ളവർ, ബുദ്ധിയും ബോധമുള്ളവരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ചില സമയത്തൊക്കെ നമ്മൾ ഇരുട്ടി തപ്പിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ എന്ത് ചെയ്യണം, അടുത്തൊരു സ്റ്റെപ്പ് എങ്ങോട്ട് വയ്ക്കും, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ഇരുട്ടിലായിരിക്കുന്ന പോലെ നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകാറുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്, അത് ഇരുട്ടിലായിരുന്ന ജനം ഒരു വലിയൊരു വെളിച്ചം കണ്ടു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രോമിസാണ്, അല്ലെങ്കിൽ അവനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രവചന ശബ്ദമാണത്. ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് ഇതുപോലെ ഇരുട്ടിലായിരിക്കുന്ന ചില ആളുകൾ വലിയൊരു വെളിച്ചം കാണുന്ന ഒരു എപ്പിസോഡായിരിക്കും ഈ ഒരു എപ്പിസോഡിലെ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കർത്താവ് നൽകുവാനായിട്ട് പോകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കോ സ്പോൺസർ ഗോവയിൽ നിന്ന് ഡാനയാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സെമസ്റ്റർ 3 MBA പരീക്ഷകളിലും എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് നേടുവാനും പ്രോജക്റ്റ് പൂർത്തിയാക്കുവാനും അങ്ങയുടെ കൃപ നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളാണ് പറയുന്നത്. ഈ വരുന്ന 19-ാം തീയതി നമുക്ക് ദ ഗ്യാദറിംഗ് എന്ന പേരിലുള്ള മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജൂൺ 26-ാം തീയതി നമുക്ക് 2 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളാണ് നടക്കുന്നത്. ഒന്ന് ബാംഗ്ലൂരിൽ ദ ഗ്യാദറിംഗ് എന്നുള്ള മീറ്റിങ്ങിൽ പാസ്റ്റർ നെഹമായ വന്ന് ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ തന്നെ UAEയിൽ നമുക്ക് മിറക്കിൾ നൈറ്റ് എന്ന പേരിലുള്ള മീറ്റിംഗ് ദുബായിൽ വെച്ച് നടക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. ഞാനും പാസ്റ്ററും ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് അവിടേക്ക് വരുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ബന്ധുക്കളോ മിത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ, മറ്റ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ, ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിലൂടെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ അവരെ അയക്കണം. ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. എത്ര പേര് ആമേൻ പറയും? തുടർന്ന് നമുക്ക് അതിൻ്റെ പിറ്റേ ദിവസം 27-ാം തീയതി ഖത്തർ ദുബായിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. എല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് വേഗത്തിൽ കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 16 ട്യൂസ്ഡേ. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവാശ്രയം. എല്ലാവരും ഇതിപ്പോൾ ലൈവിൽ കാണുന്നവരുണ്ട്, റീപ്ലേ ഇതിന് ശേഷം എത്ര സമയത്തിന് ശേഷം കണ്ടാലും വേറൊരു ഡേറ്റിൽ കണ്ടാലും നോ പ്രോബ്ലം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവാശ്രയം, ദൈവത്തിലുള്ള ആശ്രയം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിലായാലും ടൈപ്പ് ചെയ്യുക, അത് നിങ്ങളുടെ അറ്റൻഡൻസാണ്. ഫോക്കസ് വേർഡ്സ് നോക്കിയേ. സദൃശവാക്യങ്ങൾ 3:5, പ്രോവബ്സ് 3:5. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. നിൻ്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. ഡെക്ലറേഷൻ, ഇന്നത്തെ പ്രഖ്യാപനം. എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഐ ഡിപ്പെൻഡ് ഫുള്ളി ഓൺ ദ ലോർഡ് ടുഡേ. ഇന്ന് ഞാൻ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഹീസ് വിസ്ഡം ആൻഡ് ഗൈഡൻസ് മേക്ക് മൈ പാത്ത് സെക്യൂർ. അവൻ്റെ നിയോഗങ്ങളും അവൻ്റെ ജ്ഞാനവും എൻ്റെ പാതകളെ സുരക്ഷിതമാക്കുന്നു. അത് പല പ്രാവശ്യം പറയുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിലുണ്ട്, വായിച്ചിട്ട് ചെയ്യുക. ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവാശ്രയത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. 4 കാര്യങ്ങൾ പറയും. നമ്പർ 1, ട്രസ്റ്റ് ബിഗിൻസ് വേർ സെൽഫ് റിലയൻസ് എൻഡ്സ്. സ്വയാശ്രയം അവസാനിക്കുന്നിടത്ത് ദൈവാശ്രയം ആരംഭിക്കുന്നു. എല്ലാവരും എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എല്ലാവരും കാണട്ടെ. സ്വയാശ്രയം അവസാനിക്കുമ്പോൾ ദൈവാശ്രയം ആരംഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ
അവരവരിൽ തന്നെ ആശ്രയിച്ച് മല്ലടിച്ച് ഒഴുക്കിനെതിരെ നീന്തി മറ്റുള്ളവരോട് മത്സരിച്ച് പടവെട്ടി ജീവിതത്തിൽ ഒരു തരത്തിൽ മതിലും അല്ലെങ്കിൽ കടുംതൂക്കായ പാറയിലൊക്കെ പിടിച്ച് അള്ളിപ്പിടിച്ച് കയറുന്ന പോലെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അവിടെയാണ് ഈ സ്വയാശ്രയം അവസാനിക്കുമ്പോൾ മാത്രമേ ദൈവാശ്രയം ആരംഭിക്കുകയുള്ളൂ. ഇത് രണ്ടും കൂടി ഹൈബ്രിഡായിട്ടുള്ള രീതിയിൽ പോയാലും ബുദ്ധിമുട്ടാണ്. പാർഷ്യൽ റിസൾട്ട്സ് ആയിട്ടുള്ള ഒരു 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 ഫലമേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ട്രസ്റ്റ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, നോട്ട് ഹാഫ് ഓഫ് യുവർ ഹാർട്ട്, നോട്ട് 30%, ഓൾ ഓഫ് യുവർ ഹാർട്ട്. മുഴുഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ് ഈസ് നോട്ട് എ വീക്ക്നെസ്. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഈ കഴിവുകെട്ട ആളുകളാണ് ദൈവത്തെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ഉപവസിക്കുന്നതും ദൈവമേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കഴിവുകെട്ടവരാണ് എന്ന് ചിന്തയുള്ള ഒത്തിരി പേരുണ്ട്. ഇറ്റ് ഈസ് സ്പിരിച്വൽ വിസ്ഡം. ദൈവാശ്രയം ബലഹീനതയല്ല, അത് ജ്ഞാനമാണ്. ദൈവാശ്രയം ബലഹീനതയല്ല, അത് ജ്ഞാനമാണ്. ജ്ഞാനമുള്ളവർ, ബുദ്ധിയും ബോധമുള്ളവരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണ് സ്വയം കാര്യങ്ങൾ ചെയ്ത് അവസാനം വർഷങ്ങൾ നഷ്ടപ്പെട്ട് തകർന്ന് ഈ കപ്പലുകളൊക്കെ ഏതെങ്കിലും പാറയിലൊക്കെ ഇടിച്ച് തകരുന്ന പോലെ തകർന്നു കഴിയുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന രീതികളുള്ളത് ബുദ്ധിയില്ലാത്തവരാണ്. ബുദ്ധിയുള്ളവർ ജീവിതത്തിൻ്റെ നേരത്തെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകും. നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ പറയാം. ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ലിമിറ്റഡ് ബൈ മനുഷ്യൻ്റെ വിവേകം, മനുഷ്യൻ്റെ ജ്ഞാനവും ഒക്കെ പലതുകൊണ്ടും പരിമിതമാണ്. ഉദാഹരണത്തിന് പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ പരിമിതമാണ്. നമുക്ക് ഫുൾ കാഴ്ചപ്പാടില്ല. എല്ലാത്തിനെക്കുറിച്ചും എല്ലാം നമുക്ക് അറിഞ്ഞുകൂടും. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. വി ആർ ലിമിറ്റഡ് ബൈ ഇമോഷൻസ്. നമ്മുടെ വികാരങ്ങളിൽ തന്നെ നമ്മൾ പരിമിതിയുള്ളവരാണ്. കാരണം നമ്മുടെ ഇമോഷൻസ് ആർ ലിമിറ്റഡ്. ദെൻ അവർ ടൈമിങ്, നമ്മുടെ ടൈമിങ് വളരെ പരിമിതമാണ്. ദൈവം നിത്യനായിരിക്കുമ്പോൾ നമ്മൾ സമയത്തിനകത്ത്, ഒരു കലണ്ടറിനകത്ത് 24 മണിക്കൂർ, ഒരാഴ്ച, ഒരു മാസം, വർഷം, വർഷങ്ങൾ തുടങ്ങി ഒരു ടൈം ഫ്രെയിമിനകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. നിത്യതയുടെ ഒരിക്കലും അവസാനിക്കാത്ത ടൈം ബാങ്കിൽ നിന്നും അലോട്ട് ചെയ്യപ്പെട്ട ഒരു ചെറിയ പീരീഡിൽ മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. സോ സമയത്താൽ നമ്മൾ പരിമിതരാണ്. ദെൻ എക്സ്പീരിയൻസ്, നമ്മുടെ 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 അനുഭവങ്ങൾ നമ്മൾ പരിചയമുള്ളവരാണോ? സമ്പത്ത് എന്നൊക്കെ പറയാൻ നമുക്ക് എന്തുണ്ട്? ഇപ്പോൾ ഒരു 80 വർഷം, 90 വർഷം, 100 വർഷം, 120 വർഷം, അതിൽ കൂടുതലൊന്നും ആരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. 80-ന് തന്നെ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്നു. 90-ന് വളരെ വിരളമാണ്. 100 ക്രോസ് ചെയ്യുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ലഭിക്കുന്ന അനുഭവ സമ്പത്തല്ലാതെ നമുക്ക് എന്തുണ്ട് എന്ന ദൈവത്തിൻ്റെ പ്രത്യേകത. തലമുറയായ ദൈവമേ, നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു, യുഗങ്ങളുടെ പാറ, പുരാതനനായ ദൈവം, ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, ഇറ്റേണൽ വിസ്ഡം, എല്ലാം അറിയാവുന്ന, എല്ലാ മനുഷ്യരും അറിയാവുന്ന, സകലത്തെയും അറിയാവുന്ന, ശാസ്ത്രവും അറിയാം, ലാംഗ്വേജും അറിയാം, എല്ലാം അറിയാവുന്ന സർവജ്ഞാനിയായ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം വളരെ പരിമിതമായ നമ്മുടെ ഫാക്കൽറ്റീസിനെ ആശ്രയിക്കുന്നെങ്കിൽ നമ്മളാണ് മണ്ടന്മാർ. യെശയ്യാവിൻ്റെ പുസ്തകം 55:8-9 ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു വചനമാണ്. മൈ തോട്ട്സ് ആർ ഹയർ ദാൻ യുവർ തോട്ട്സ്, മൈ പ്ലാൻസ് ആർ ഹയർ ദാൻ യുവർ പ്ലാൻസ്. എൻ്റെ വിചാരങ്ങൾ, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതിനേക്കാൾ വളരെയധികം ഉയർന്നതാണ്. എൻ്റെ പദ്ധതികൾ നിങ്ങളുടേതിനേക്കാൾ വളരെയധികം ഉയർന്നതാണ്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ നമ്മുടെ ഇതിനേക്കാൾ ഉയർന്നതാണ്. അതിനെക്കുറിച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർത്തിരിക്കുന്നത് പോലെ എത്രയോ ഉന്നതമാണ് ദൈവത്തിൻ്റെ ചിന്തകളും നിരൂപണങ്ങൾ. അത് നമുക്ക് വേണ്ടിയുള്ളത് പോലും.
ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം വളരെ ചെറിയ വിവേകവും ബുദ്ധിയും ഒക്കെയുള്ള നമ്മുടെ സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുന്നതാണ് ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം. ഇരമ്യാവിൻ്റെ പുസ്തകം 17:7 പറയുന്നത്, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കാതെ, അതായത് ജഡത്തെ തൻ്റെ ഭുജമാക്കി ദൈവത്തെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമ്പോൾ യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. സാം 20:7. 20-ാം സങ്കീർത്തനം 7-ാം വചനത്തിൽ, സം ട്രസ്റ്റ് ഇൻ ചാരിയറ്റ്സ് ബട്ട് വി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു, എന്നാൽ ചിലർ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നു. 118-ാം സങ്കീർത്തനം 8-ാം വചനമാണെന്ന് തോന്നുന്നു. എന്നാൽ നാമോ കർത്താവിൽ ആശ്രയിക്കുന്നു. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഞാൻ കർത്താവിൽ ആശ്രയിക്കും. പലരുടെയും ആശ്രയം പലരാണ്. മാതാപിതാക്കളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എത്ര നാൾ സാധിക്കുന്നത്? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഓക്കെ, വലുതായി കഴിയുമ്പോൾ ഇനിയും മാതാപിതാക്കളിൽ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഫെയ്ത്ത് ഗ്രോസ് വെൻ കൺട്രോൾ ഈസ് സറണ്ടർഡ് ടു ഗോഡ്. വിശ്വാസം വളരുന്നത് നമ്മുടെ നിയന്ത്രണങ്ങൾ മുഴുവൻ ദൈവത്തിന് കീഴടക്കുമ്പോഴാണ് വിശ്വാസം വളരാൻ തുടങ്ങുന്നത്. നമ്മുടെ സകലവും ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ. നിങ്ങളൊരു വലിയ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണെന്നിരിക്കട്ടെ, ഒന്നും അറിയില്ല, ദിശ അറിയില്ല, ദിക്കറിയില്ല, വഴികൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല, എവിടെ വെള്ളം കിട്ടുമെന്നറിയില്ല. അങ്ങനെ ഒരു കാട്ടിൽ, പക്ഷേ ആ കാട്ടിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഗൈഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകെ പോയാൽ പോരെ. കാരണം ഹീസ് വെൽ എക്സ്പീരിയൻസ്ഡ്. ഇത്രയും പരിചയസമ്പന്നനായ കാടിനകത്തുള്ള സകലവും അറിയാവുന്ന ഒരാൾ കൊണ്ടുപോകുന്നത് പോലെ ആർക്കും നമ്മൾ നടത്താൻ പറ്റില്ല. നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. സോ ട്രസ്റ്റ് ഫോളോസ് കോൺഫിഡൻസ് ഇൻ ദ ഗൈഡ്. ആ വഴികാട്ടിയിലുള്ള ആ ധൈര്യമാണ് നമ്മുടെ ആശ്രയം. അതിനെ ആശ്രയിച്ച് വേണം നമ്മൾ പോകാൻ. ഓക്കെ, നമ്പർ 2, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് റിക്വയർസ് ഡെയിലി കണക്ഷൻ. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണമെങ്കിൽ ദിനംതോറും ദൈവവുമായി നമുക്ക് ബന്ധം വേണം. അതായത് ദൈവാശ്രയം ആശ്രയിച്ചിരിക്കുന്നത് ദൈനംദിന ബന്ധത്തിലാണ്. ദൈവവുമായി ദിനംതോറും ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ശരിക്കുള്ള ദൈവാശ്രയം ഉണ്ടാകുകയുള്ളൂ. അതായത് ദിവസം തോറും ദൈവവുമായി ബന്ധപ്പെടണം. ഡിപ്പെൻഡൻസ് ഈസ് നോട്ട് ഒക്കേഷണൽ എമർജൻസി പ്രെയർ, ഇറ്റ് ഈസ് കണ്ടിന്യൂവൽ റിലേഷൻഷിപ്പ്. എൻ്റെ ചെറുപ്പകാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെയുള്ള സമയത്ത് പരീക്ഷ വരുന്ന സമയത്ത് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. പരീക്ഷ എടുക്കുന്നു, ദൈവമേ എന്നെ സഹായിക്കണേ, പഠിച്ചെല്ലാം ഓർപ്പിക്കണേ, കർത്താവേ എന്നെ സഹായിക്കണം, ഭയങ്കര പ്രാർത്ഥന. പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ ടൈമായി കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. ഒരു കൺസിസ്റ്റൻറ്റ് പ്രെയർ ലൈഫ് എനിക്കുണ്ടായിരുന്നില്ല രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ട ശേഷവും തുടക്കകാലങ്ങളിലൊന്നും ഈ എമർജൻസി പ്രെയർ മാത്രമേ ഉള്ളൂ. അതായത് ഒരു രക്ഷയില്ലാത്ത സമയത്ത് ഭയങ്കര പ്രാർത്ഥനയോ അല്ലാത്ത സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് പ്രാർത്ഥിച്ചെന്ന് വരുത്തിയുള്ളൊരു ജീവിതമായിരുന്നു. എപ്പോഴും ദൈവമായി ഇങ്ങനെ കണക്റ്റഡായി ജീവിക്കുക അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളതിലോട്ട് ദൈവം പതുക്കെ കുറച്ച് നൊമ്പരങ്ങളിലൂടെയാണെങ്കിലും ദൈവം എന്നെ നടത്തി. ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എമർജൻസി പ്രെയറിനല്ല. ആവശ്യങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവുമായുള്ള ഫെലോഷിപ്പിൽ ജീവിക്കാൻ എനിക്കിഷ്ടമാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തോടുള്ള ഡിപ്പെൻഡൻസ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ജീസസ് മോഡൽഡ് കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിയൻ വിത്ത് ദ ഫാദർ. നമുക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കി, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും മാതൃകയാക്കാൻ പറ്റിയ പെർഫെക്റ്റ് മോഡൽ യേശു മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾ പോലുമില്ല. അപ്പസ്തോലനായ പൗലോസിനെ നമ്മൾ മൊത്തം വീക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. അറിയാമോ? ലേഖനങ്ങളൊക്കെ വായിച്ചാൽ അറിയാം. അദ്ദേഹം ചില സമയത്ത് ഷോർട്ട് ടെമ്പേർഡായിരിക്കുന്നതും അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നതും ഒക്കെ നമുക്കറിയാം. കട്ടുകട്ടിയായ ചില സമീപനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്രോസിൻ്റെ കാര്യം പറയണ്ടല്ലോ. എത്രയോ യേശുവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു അപ്പസ്തോലനാണോ? അപ്പോൾ ആരെടുത്താലും, അന്ത്രയോസിനെടുത്താലും ഫിലിപ്പോസിനെടുത്ത്, ഇനി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വലിയ ദേവദാസന്മാർ അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ചെന്നാൽ
എത്രയോ കുറവുകളാണ് എല്ലാവർക്കും. എൻ്റെ ലൈഫിൽ എത്ര കുറവുകളാണ്, നിങ്ങളുടെ ലൈഫിൽ എത്ര കുറവുകളില്ലാത്തതായി ഒരു മനുഷ്യനെപ്പോലും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. നമ്മളിന്ന് ഒത്തിരി ആരാധനാ മനോഭാവത്തോടെ കാണുന്ന മനുഷ്യരിലും സ്ത്രീകളിലും ഒക്കെ കുറവുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. കമ്പയർ ടു അതേഴ്സ് അവർ ബെറ്റർ ആയിരിക്കും. എന്നാൽ യേശുവാണ് പൂർണ്ണതയുള്ള മാതൃക. ജീസസ് ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ. ജീസസ് ഈസ് ദ പെർഫെക്റ്റ് മോഡൽ. അപ്പോൾ യേശു കാണിച്ചു തന്ന മാതൃക എന്താണ്? യോഹന്നാൻ 5:19, ദ സൺ ക്യാൻ ഡു നത്തിങ് ബൈ ഹിംസെൽഫ്. പുത്രന് ഒന്നും സ്വതവേ അഥവാ തന്നെത്താൻ ചെയ്യുവാൻ സാധ്യമല്ല. ഇത് തന്നെ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പുത്രൻ വാസ്തവത്തിൽ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, നിത്യനാണ്, പിതാവിനെ പോലെ തന്നെയാണ് പുത്രനും. എന്നിട്ടും നമുക്കൊരു മാതൃക അവൻ കാണിച്ചു തന്നിരിക്കുന്ന ഇതാണ്: പിതാവിൻ്റെ സമ്മതമില്ലാതെ, പിതാവിൽ ആശ്രയിക്കാതെ ഒന്നും അവൻ ചെയ്യുന്നില്ല. സങ്കീർത്തനങ്ങൾ 121:1-2 വായിച്ചു നോക്കി. Psalm 121 verses 1 and 2. My help comes from the Lord. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും എന്ന് പറഞ്ഞിട്ട് പറയും, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. What a blessed life, what a blessed attitude. My help comes from the Lord. എല്ലാവരും ഒന്ന് പറഞ്ഞു, എൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യരാരും എന്നെ സഹായിച്ചില്ലെങ്കിൽ തക്ക സമയത്ത് എൻ്റെ ദൈവം എന്നെ സഹായിച്ചിരിക്കും. Lamentations 3 verse number 25, അഥവാ വിലാപങ്ങളുടെ പുസ്തകം 3:25. The Lord is good to those who seek Him. The Lord is good to those who seek Him. The Lord is good to those who seek Him. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ നല്ലവനാണ്. See, God is good to all. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ. അപ്പോൾ ദൈവം നല്ലവനാണ്, എല്ലാവർക്കും വല്ലഭനാണ്. പക്ഷേ അത് അനുഭവിക്കുന്നത് ആരാണെന്ന്, ദൈവം നല്ലവനാണെന്നുള്ളത് അനുഭവിക്കുന്നത് ആരാണ്? അവിടെ പറയുന്നത് ദ ലോർഡ് ഈസ് ഗുഡ് ടു ദോസ് ഹു സീക്ക് ഹിം. തന്നെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ നല്ലവനാണെന്ന് രുചിച്ചറിയാൻ പറ്റൂ. ഓക്കെ, സോ ഡെയിലി ഡിപ്പെൻഡൻസ് കീപ്സ് ദ സോൾ അലൈൻഡ്. അപ്പോൾ ദിനംതോറുമുള്ള ദൈവാശ്രയം കീപ്സ് ദ സോൾ അലൈൻഡ്. നമ്മുടെ മനസ്സിനെ, പ്രാണനെ, സകലത്തെയും ദൈവവുമായുള്ള അലൈൻമെൻറ്റിൽ ദൈവമായി കൂട്ടി ഇണക്കി നിർത്തും. എപ്പോൾ? ദിവസവും ആശ്രയിക്കുമ്പോൾ. ഒരു ആവറേജ് വിശ്വാസി, ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന ഒരു ആവറേജ് വിശ്വാസികളുടെ നോർമലി അവരുടെ ആത്മീയതയും പ്രാർത്ഥനകളും ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നോർമലി എല്ലാവരും ഞായറാഴ്ച ഒന്ന് ചർച്ചിൽ പോകുന്നു. ആ 2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു പ്രാർത്ഥനയും പരിപാടികളും. എല്ലാവരും കൈ ഉയർത്തി സ്വോത്രം പറഞ്ഞു, വചനമൊന്ന് കേട്ട്. അതിൽ തന്നെ പലരും വചനമൊന്നും ശ്രദ്ധിച്ചൊന്നും കേൾക്കാറൊന്നുമില്ല. ആ ഒരു കടമയാണ് ഞായറാഴ്ച ദൈവസന്നിധിയിൽ ഒന്ന് പോയി ഇരിക്കുക, ഒന്ന് ഹാജരാകുക, പോവുക, അല്ലെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് പോവുക. ഇത്രയേ ഉള്ളൂ സാധാരണ വിശ്വാസികൾ. എന്നാൽ ഡെയിലി ഡിപ്പെൻഡൻസ് കീപ്സ് ദ സോൾ അലൈൻഡ്. ദിവസം തോറും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവരുടെ സോൾ പാർട്ട് ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവ് ആദ്യം പറഞ്ഞു പിതാവിനെ കൂടാതെ പുത്രനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ പിതാവിൽ വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ കണക്ഷൻ പോകുന്നത്. അപ്പം നാം യേശുവിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ അതിലൂടെ പിതാവിലേക്ക് കൂടെ കണക്റ്റഡ് ആവുകയാണ്. ആ ദൈവാശ്രയം നേരെ മുകളിലേക്ക് പോകുന്നത് കണ്ടോ? ഈ കർത്താവ് അതിൻ്റെ യോഹന്നാൻ 15 ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കർത്താവ് പെട്ടെന്ന് അവിടെ കൊണ്ടുവന്നൊരു പിക്ചർ ഇതാണ്. ഒരു മുന്തിരി വൈൻ, അതിലുള്ളൊരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചാണ് നിങ്ങൾ. അപ്പോൾ ഈ കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചല്ലാതെ ഒരിക്കലും ഫലം കായ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും
ഈ ബ്രാഞ്ച് മുന്തിരിവള്ളിയിലുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓഫാണ്, അല്ലെങ്കിൽ അവധിയാണ്, അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡാണ്. ആ കൊമ്പ് ഉണങ്ങിപ്പോവുള്ളൂ. വെറുതെ കൊണ്ടൊന്ന് ഒട്ടിച്ചു വെക്കാമെന്നുള്ളൂ. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു വെക്കാം, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ഞായറാഴ്ച മാത്രമല്ല ദിവസവും ദൈവസന്നിധിയിൽ കണക്റ്റഡ് ആയിരിക്കണം. ഗോഡ് ഓഫ്റ്റൻ ലീഡ്സ് ബിയോണ്ട് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ദൈവം പലപ്പോഴും നമ്മെ നയിക്കുന്നത് നമ്മുടെ വിവേകത്തിനപ്പുറത്തായിട്ടാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിട്ടാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിൻ്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കൂപ്പുകയോടെ പറഞ്ഞോട്ടെ, ഇത് കേൾക്കുന്ന ആരും സ്വന്തം വിവേകത്തിൽ ഊന്നി ജീവിക്കരുത്. ഇന്ന് അവസാനിപ്പിച്ചേക്കണം. സംടൈംസ് ഗോഡ്സ് ഡയറക്ഷൻ സീംസ് അൺഎക്സ്പെക്റ്റഡ്. ചില സമയത്ത് അപ്രതീക്ഷിതമായ രീതിയിലൊക്കെ ദൈവം ചില നിയോഗങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നിരിക്കും. നോവ ബിൽറ്റ് ദി ആർക്ക് ബിഫോർ റെയിൻ കെയിം. മഴ പെയ്യുന്നതിന് മുമ്പ് നോഹ പണി ആരംഭിച്ചു, പെട്ടകത്തിൻ്റെ പണി ആരംഭിച്ചു. അന്ന് വരെ മഴ എന്ന് ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് മഴ എന്ന് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു നാട് വേറെയുണ്ട്. അത്രയും മഴ കിട്ടുന്ന, നമുക്ക് മൺസൂൺ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് അനുഗ്രഹമാണ്. ചില സമയത്ത് പ്രളയമൊക്കെ വരും, അത് വേറെ കാര്യം. പക്ഷേ വെള്ളം കിട്ടാതെയുള്ള ഊഷര ഭൂമികൾ, മരുഭൂമികളും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കിടന്ന് നോക്കണം. അതപേക്ഷിച്ച് കേരളം എത്രയോ പച്ചിപ്പുള്ളതാണ്, ഹരിതാഭമാണ്. എത്രയോ വാട്ടർ ബോഡീസ്, ലേക്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കേരളം. എന്നാൽ ഒരിക്കലും മഴ കണ്ടിട്ടില്ലാത്ത ഭൂമിയിലേക്ക് മഴ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, പ്രളയം വരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കിയ മനുഷ്യനാണ് നോഹ. നോഹയ്ക്ക് കിട്ടിയ നിർദ്ദേശം എന്തായിരുന്നു? മഴ കണ്ടിട്ടില്ല, വരാൻ പോകുന്നത് കേട്ടു, പക്ഷേ കേൾക്കുന്നു, പക്ഷേ ഉണ്ടാക്കാൻ പറഞ്ഞു. അവനതനുസരിച്ചു. ഇനി അബ്രഹാമിൻ്റെ കാര്യം എടുക്കുക. അബ്രഹാം ട്രാവൽ വിതൗട്ട് നോയിങ് ദ ഡെസ്റ്റിനേഷൻ. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാതെയാണ് അബ്രഹാം. മാപ്പില്ല, അല്ലേ, റൗട്ട് മാപ്പില്ല, അദ്ദേഹം പുറപ്പെട്ടു. ഇനി പത്രോസ് വെള്ളത്തിലേക്കെടുത്ത് ചാടി, വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഉറപ്പില്ല, താഴോ പൊങ്ങോ ഒന്നും അറിയില്ല. ഇതുപോലെയുള്ള പല സ്റ്റെപ്പുകളും നമുക്ക് എടുക്കേണ്ടി വരും. എബ്രായലേഖനം 11:8 ഏബ്രഹാം ഒബെയ്ഡ് ആൻഡ് വെൻറ്റ്. ഇതൊന്നും അറിയാതെ തന്നെ അബ്രഹാം അനുസരിച്ചു, പുറപ്പെട്ടു. 2 Corinthians 5:7 വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. നാം വിശ്വാസത്താൽ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 30:21 ദിസ് ഈസ് ദ വേ, വാക്ക് ഇൻ ഇറ്റ്. ഒരു ശബ്ദം. എന്താണ് ആ ശബ്ദം? ദൈവത്തിൽ നിന്നുള്ള ശബ്ദമാണ്. വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവിൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസിന് വേണ്ടി? ഡിപ്പെൻഡൻസ് മീൻസ് ട്രസ്റ്റിംഗ് ഗോഡ് ഈവൻ ബിഫോർ ഫുൾ എക്സ്പ്ലനേഷൻ ഈസ് ഗിവൺ. പൂർണ്ണമായി വിശദീകരണമൊന്നുമില്ലെങ്കിലും അതിന് മുൻപ് തന്നെ കർത്താവ് ചില കമാൻഡുകൾ തരും. ഇതിലെ പോ, അതിലെ പോ, പുറപ്പെട്, സ്റ്റോപ്പ്, ക്യാമ്പ് ഹിയർ, ഇങ്ങനെയുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് ആഗ്രഹമുള്ളത് എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്. വിശദീകരണമൊന്നുമില്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, അത് തലമുണ്ടയ്ക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ദൈവമാണ് പറഞ്ഞതെങ്കിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം, സ്റ്റെപ്പ് എടുക്കാം. നമ്പർ 4, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് പ്രൊഡ്യൂസസ് സ്റ്റെബിലിറ്റി ആൻഡ് ഡയറക്ഷൻ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ ദൈവാശ്രയം സ്ഥിരതയും മാർഗനിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നു. കാരണം അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഹി വിൽ മേക്ക് യുവർ പാത്ത് സ്ട്രെയിറ്റ് എന്നാണ്. അവൻ നിങ്ങളുടെ പാതകളെ നേരെയാക്കുന്നു. ക്രൂക്കഡ് പാത്സ്, വളഞ്ഞ വഴികളുണ്ടെങ്കിൽ ദൈവം ആ സിഗ്സാഗ് വേസിനെ നേരെയാക്കി തരും. ദൈവാശ്രയത്തിൽ പല ദിവസങ്ങൾ, പല നാളുകൾ ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ കാര്യം മനസ്സിലാകാനും തുടങ്ങും. ഓ, ഇതിനാണല്ലേ ദൈവം അന്ന് എന്നോട് ഇങ്ങനെ കൽപ്പിച്ചത്. ആദ്യം ചിലപ്പോൾ എക്സ്പ്ലനേഷൻ തരത്തില്ല. ആ എക്സ്പ്ലനേഷൻ കിട്ടിയില്ലെങ്കിലും അനുസരിക്കുന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം 11:6 32 സങ്കീർത്തനത്തിൻ്റെ 8 വചനം പറയുന്നത് I will instruct you and teach you
ഇൻ ദ വേ യു ഷുഡ് ഗോ. നീ പോകേണ്ടുന്ന വഴിയിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് വഴി നടത്തും. യാക്കോബ് 1:5 ആസ്ക് ഫോർ വിസ്ഡം. ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സദൃശവാക്യങ്ങൾ 16:9 ദ ലോർഡ് എസ്റ്റാബ്ലിഷസ് അവർ സ്റ്റെപ്സ്. നമ്മുടെ കാലടികളെ അവൻ ഉറപ്പിക്കുന്നു, അവൻ സ്ഥിരമാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, ഗോഡ് ഡയറക്റ്റഡ് ലൈവ്സ് അവോയ്ഡ് മെനി അൺനെസസറി ഡിറ്റോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും അവരുടെ ജീവിതത്തിൽ സ്വയ തീരുമാനങ്ങളെടുത്ത് 20 വയസ്സ് വരെ, 30 വയസ്സ് വരെ, ചിലർ 45 വയസ്സ് വരെ, ചിലർ 56 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ജീവിച്ച് എവിടേക്കോ നടന്ന് ജീവിതത്തിലെ വർഷങ്ങൾ, അനേക വർഷങ്ങൾ പാഴാക്കിയ ശേഷമാണ് ദൈവത്തിലേക്ക് തിരിയുന്നത്. എന്നാൽ നേരത്തെ മുതൽ എത്രയും വേഗം ഇന്ന് മുതൽ ഗോഡ് ഡയറക്റ്റഡ് ലൈഫായിട്ട് മാറിയാൽ, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന, നടത്തപ്പെടുന്നൊരു ജീവിതമായിട്ട് മാറുവാണെങ്കിൽ ആവശ്യമില്ലാത്ത പല റൂട്ടുകളിലൂടെ പോയി പിന്നെ തിരിച്ചു വന്ന് വീണ്ടും തുടങ്ങുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിക്കാം. ഈ റെയിൽവേ ട്രാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, റെയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് ചില തീവണ്ടികൾക്ക് ലെഫ്റ്റ് എടുത്ത് വേറെ റൂട്ടിലേക്ക് പോകേണ്ടി വരും, ചിലതിന് റൈറ്റ് പോകേണ്ടി വരും, ചിലത് സ്ട്രെയിറ്റ് പോകേണ്ടി വന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു ക്യാബിനുണ്ട്. ആ ക്യാബിനകത്തിരുന്നുകൊണ്ടാണ് ചിലരെന്ത് ചെയ്യുന്നത്, ചില സ്വിച്ചുകൾ, ചില ലിവറുകൾ ഉപയോഗിച്ച് ഒരു ട്രെയിനിൽ ലെഫ്റ്റ് എടുത്ത് പോകാനാണെങ്കിൽ ആ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് തന്നെ ലിവറുകൾ ഉപയോഗിച്ച് പാളം തിരിക്കും. ഈ തിരി നടന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇത് നേരെ ഈ ട്രെയിൻ പോയി ഒരുപക്ഷെ അനേകം മൈലുകൾ പോയ ശേഷം അയ്യോ തെറ്റിപ്പോയി തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് നേരത്തെ തന്നെ ആ സ്വിച്ച് ചെയ്ത് മാറുന്നതല്ലേ. ഡിറ്റൂർ ഒഴിവാക്കുക, വേസ്റ്റേജ് ഒഴിവാക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കേൾക്കുന്ന ചെറുപ്പക്കാർ, ബാലികാബാലന്മാർ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നേരത്തെ തുടങ്ങി കർത്താവിൽ ആശ്രയിച്ചൊന്ന് ജീവിക്കണം. ചിലരുടെ ചിന്തയുണ്ട്, സ്വർഗത്തിൽ പോകണത്രല്ലേ ഉള്ളൂ, അപ്പോൾ ഇങ്ങനെ ജീവിച്ച് അടിച്ച് പൊളിച്ച് എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സുഖിച്ച് ജീവിച്ച ശേഷം, എല്ലാമൊക്കെ ഒന്ന് അറിഞ്ഞ ശേഷം ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഒന്ന് മാനസാന്തരപ്പെട്ട് ബൈബിളൊക്കെ എടുത്ത് വായിച്ച് റെഡിയായിട്ട്, ആ മരണത്തിന് മുമ്പ്, കള്ളനൊക്കെ അങ്ങനെയല്ലേ, ക്രൂശിലെ കള്ളനൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്. ഇങ്ങനെ കണക്ക് കൂട്ടുന്ന തിരുവരും പലർക്കും സമയം കിട്ടാറില്ല. പെട്ടെന്നായിരിക്കും ഇവിടെ നിന്ന് വിളിക്കപ്പെടുന്നത്. മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിൻ എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്, ചിൽഡ്രൻ കം ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കയറി പോകണം. അതുകൊണ്ട് ഏലിയ ദ ബെറർ നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് തന്നെ ഒന്ന് തീരുമാനമെടുക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ, അത് നേരത്തെ ചെയ്യാനും ഇപ്പോൾ തന്നെ സ്വിച്ച് ചെയ്ത് ശരിയായ ട്രാക്കിലോട്ട് കയറാനും തീരുമാനിക്കുക. കൈനീട്ടാം. കർത്താവേ, ഇന്നത്തെ വചനം എല്ലാവരെയും അവരുടെ ലൈഫിനെ തന്നെ ശരിയായ പാതയിൽ നടത്തുവാൻ ഉപകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ഫാദർ. അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും, ഒരു പരീക്ഷ എഴുതുന്ന ആവശ്യം, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആവശ്യമായിരിക്കും, ഒരു ജോലിയുടെ ആവശ്യമായിരിക്കാം, വിവാഹത്തിൻ്റെ ആവശ്യമായിരിക്കാം, വീട് പണിയുന്ന ആവശ്യമായിരിക്കാം, സാമ്പത്തിക ആവശ്യമായിരിക്കാം, രോഗസൗഖ്യമായിരിക്കാം, എന്താണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം. കൈനീട്ടം. കർത്താവേ, ഈ സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ആ എന്താണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൽ ദൈവം ഒരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാവിലാണോ ഇവിടേക്ക് ഒരു തരം ഫംഗസോ പൂപ്പൽ എന്നൊക്കെ പറയില്ല, അങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലീൻ ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി, യേശുവിൻ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ശരീരത്തിലെ ചില ഗ്ലാൻഡുകൾ, അതിൽ ചില പ്രയാസങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ, അതിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തുടങ്ങി പലതിൻ്റെയും പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുക. അതുപോലെ ഗോൾ ബ്ലാഡർ പോലെയുള്ള ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ, പൂർണ്ണ വിടുതലുണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ സമയത്ത് ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ വിടുതൽ എല്ലാവർക്കും കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ പ്രെയർ ലൈൻ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ പ്രെയർ ലൈൻ നമ്പറിൽ അയക്കാം.
നാളെ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾ എഴുതിയ നോട്ട്സ് ടൈപ്പ് ചെയ്ത് ഈ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.